ഇസ്രായേൽ ഗാസ ഇപ്പോൾ 2 ദിവസം മുമ്പ് എങ്ങനെയാണ് ഇസ്രായേലി ഫോഴ്സ് റഫയിലെ നുസറേത്ത് സിറ്റിക്കകത്ത്, അതായത് സെൻട്രൽ റാഫയിൽ നടത്തിയ ഒരു ആക്രമണം, അതായത് ഇൻ്റലിജൻസ് അപ്പാരറ്റസും വെച്ച് വളരെ ടെക്നോളജി എല്ലാം കൂടെ വെച്ച് അവർ 4 ഹോസ്റ്റേജസ് അവരെ എങ്ങനെയാണ് മോചിപ്പിച്ചത് എന്ന് വാഷിങ്ടൺ പോസ്റ്റ് ഇന്നലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പലരെയും കോട്ട് ചെയ്ത് ഐ വിറ്റ്നസ്സുമായിട്ട് സംസാരിച്ച ശേഷമാണ് ഇതെടുത്തിരിക്കുന്നത്. അവർ മനോഹരമായിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മനസ്സിലാകുന്നൊരു സംഭവമുണ്ട്. ഒരാഴ്ച മുമ്പ് ഈ 4 ഹോസ്റ്റേജസ് എവിടാണ് താമസിക്കുന്നത് എന്നുള്ള വിവരം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനും അവർ ഇൻ്റലിജൻസ് ഫോഴ്സിനും സംഭവം പിടികിട്ടുന്നു, അവരെവിടെയാണ് താമസിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 2 അപ്പാർട്ട്മെൻറ്റാണ്. അതിൽ ഏത് അപ്പാർട്ട്മെൻറ്റിലാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ സിറ്റിയിൽ ഏകദേശം 350-400ഓളം പേര്, കാരണം വളരെ ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതിനകത്ത് പോയിട്ട് എങ്ങനെ ഇവരെ മോചിപ്പിക്കും ജീവനോട്, ഇതാണ് അവർ നടത്തിയ ട്രയൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ച മുമ്പ് തന്നെ അവർ 2 അപ്പാർട്ട്മെൻറ്റ് പോലെ ഉണ്ടാക്കുന്നു, അവിടെ ട്രയൽ നടത്തുന്നു. അതിനുശേഷമാണ് അവരുടെ സ്പെഷ്യൽ ഫോഴ്സ് ആ സെൻട്രൽ സിറ്റിയിലോട്ട്, ഈ നുസ്രേത്ത് സിറ്റിയിലോട്ട് എൻട്രി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഈ അവിടെ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടികൾ ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ 7 വണ്ടികളിലാണ് ഈ പട്ടാളക്കാർ വേഷം മാറിയിട്ട് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തോട്ട് 7 വണ്ടികളിൽ സാധനം കൊടുക്കുന്ന രീതിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവുകയും പെട്ടെന്ന്, അതായത് അത് രാവിലെയാണ് സംഭവം ഉണ്ടാകുന്നത്, എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏരിയൽ ബോംബിങ്ങും ഒക്കെ ഉണ്ടായിട്ട് ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് കയറിയിട്ട് 6ാമത്തെ ഫ്ലോറിൽ കയറിയിട്ടാണ് ഈ ഒരു സ്ത്രീ ഉൾപ്പെടെ, അരോഗാമി എന്ന സ്ത്രീയുടെ പേര് എന്ന് തോന്നുന്നു, പെൺകുട്ടിയുടെ പേര്, അതേപോലെ 4ഓളം പേര്, ഇവർ ഹോളിവുഡ് സിനിമയെ പോലും ത്രസിപ്പിക്കുന്ന രീതിയിലാണ് അവരെ റിലീസ് ചെയ്യുന്നത്. അതായത് മനസ്സിലാക്കേണ്ടത്, ഇവരെ ഇവിടെ താമസിപ്പിച്ചിരുന്ന ആരാണ്? അതാണ് അതിനേക്കാളും വലിയ സംഭവം എന്ന് പറയുന്നത്. അൽ ജസീറയുടെ അവിടുത്തെ ഒരു കറസ്പോണ്ടൻറ്റിൻ്റെ വീട്ടിലാണ് ഈ ഹോസ്റ്റേജസിനെ അവരുടെ അൽ ജസീറയുടെ ബ്രദർ എന്ന് പറയുന്നത് പാലസ്തീനിലെ യുണൈറ്റഡ് നേഷനുമായി ബന്ധപ്പെട്ട എയ്ഡിൻ്റെ ഡോക്ടർ. ആലോചിച്ച് നോക്കുക. അതായത് യുണൈറ്റഡ് നേഷനുമായി ബന്ധപ്പെട്ടയാളും പിന്നെ ഒരു ജേർണലിസ്റ്റുമാണ് ഈ ഹോസ്റ്റേജസിനെ അവരുടെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്. അത് ആലോചിച്ച് നോക്കുക. എത്ര ക്രൂരതയായിട്ടാണ് ഒരു ഡോക്ടർ പെരുമാറുന്നത്, എത്ര ക്രൂരമായിട്ടാണ് ഒരു ജേർണലിസ്റ്റ് പെരുമാറി. ഈ അൽ ജസീറ ചാനലിനെ പറ്റിയാണ് കേരളത്തിലെ കുറച്ചാകുമ്പോൾ ഒരു ഭയങ്കര സംഭവമാണെന്ന് പറയുന്നത്. അതായത് എവിടെയായിട്ട് ന്യൂട്രാലിറ്റി എവിടെയാണ്? അതുകൊണ്ട് തന്നെയാണ് ഏകദേശം 166 യുണൈറ്റഡ് നേഷൻ്റെ വോളണ്ടിയേഴ്സ്, അൽ ജസീറ പറയുന്നത് എന്ത് വോളണ്ടിയേഴ്സ്, ഇവന്മാർ മുഴുവനും ടെറർ അപ്പാരറ്റസുമായിട്ട് ബന്ധപ്പെട്ടവരാണ്, ഹമാസുമായിട്ട് ബന്ധപ്പെട്ടവരാണ്, ഭീകര പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. പിന്നെ അൽ ജസീറയുടെ ഏകദേശം 10-18 ജേർണലിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടതെന്ന് പറയുന്നു. ഈ ഗാസയിൽ അൽ ജസീറയ്ക്ക് എങ്ങനെയാണ് 18 ജേർണലിസ്റ്റുകൾ വരുന്നത്? ആലോചിച്ച് നോക്ക്. ഒരു സ്ട്രിപ്പല്ലയോ കൂടിപ്പോയി റിപ്പോർട്ട് ചെയ്യാൻ അവിടുത്തെ ശരിക്കും ഒരാൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള 18 ജേർണലിസ്റ്റ് അവിടെ വരുന്നത്. അതായത് 18 ഹമാസ് ടെററിസ്റ്റുകളാണ് ഇവരുടെ ജേർണലിസ്റ്റുകൾ എന്ന് പറയും. ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നവർ, അവരെയാണ് അൽ ജസീറ ജേർണലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ആലോചിച്ച് നോക്കണം. അതിനെയാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അതിശക്തമായ രീതിയിൽ, കാരണം ഹമാസും ഇവിടുള്ള മറ്റുള്ള എല്ലാവരും പറഞ്ഞ ഹമാസ് ഒരിക്കലും അൺബീറ്റബിൾ ആണ്, ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല, ഒരിക്കലും റെഫ്യൂജീസ് ഈ പറയുന്ന ഹോസ്റ്റേജസിനെ ജീവനോടെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അവരെ മുഴുവൻ ഏകദേശം 270ഓളം പേരാണ് പലസ്തീൻകാരാണ് ഹമാസ് ഭീകരമായിട്ട്, കാരണം ഇവർക്ക് ഹ്യൂമൻ ഷീൽഡ് കൊടുക്കുമായിരുന്നു ഈ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയയെ. അവരെ കൊന്നിട്ടാണ് ഇവരെ റിലീസ് ചെയ്തത്. ഇതോടുകൂടിയാണ് ഹമാസിനും പിടികിട്ടിയത്, ടെറർ സംഘടനകൾക്കും പിടികിട്ടി ഇസ്രായേൽ എത്രമാത്രം സ്റ്റെൽത്തി മെൻറ്റാലിറ്റിയിലാണ് അവർ പോകുന്നത്. ഇത്രമാത്രം അടി കിട്ടിയിട്ട് ഒക്ടോബർ 7 ശേഷം അവരെ നേരിടാൻ വേണ്ടി ഇസ്രായേലി ഫോഴ്സ് ഭയങ്കരമായിട്ട് എക്വിപ്ഡ് ആണ്, വെൽ ട്രെയിൻഡ് ഫോഴ്സാണ്. അവർ ഓരോ നീക്കവും നോക്കുക. ഇത്രയും ആൾക്കാർ തിങ്ങി പാർക്കുന്നിടത്തോട്ട് പോയിട്ട്
ആൾക്കാർ, കാരണം ഇവർ കൊല്ലപ്പെട്ടിരുന്നത്, അവരെ രക്ഷപ്പെടുത്തിയിട്ട് ഈ ഡോക്ടറെയും ഈ ജേർണലിസ്റ്റിനെയും തട്ടിയിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് ടെല്ലവീവിലോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെയാണ് ഇസ്രായേൽ ലോകത്തിലെ ഭീകരന്മാർക്ക് ഏറ്റവും വലിയ പേടി സ്വപ്നമാകുന്നത്.